കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദവാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ലൂക്കോസ് 4:13 അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. മരുഭൂമിയിൽ പരീക്ഷിതനാകാനായിട്ട് യേശു കർത്താവ് കടന്നു വരികയും ലൂക്കോസിൽ വായിച്ചു പരീക്ഷ കുറേ കാലത്തേക്ക് അവരിൽ നിന്ന് വിട്ടുമാറുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ പരീക്ഷ തികച്ചതിന് ശേഷം കുറേ കാലത്തേക്ക് യേശുവിനെ വിട്ടുപോയി. അപ്പോൾ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് മാത്രമേ ഈ പരീക്ഷകൻ വിട്ടുപോയിട്ടുള്ളൂ. എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിനെതിരെ പരീക്ഷകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുമ്പം, ഒന്നാമതായി യേശുവിനെതിരെ പരീക്ഷ, രണ്ടാമതായിട്ട് ശുശ്രൂഷയ്ക്കെതിരെ പരീക്ഷ, വീടിനെതിരെ പരീക്ഷ, അനുഭവത്തിനെതിരെയുള്ള പരീക്ഷ, തലമുറയ്ക്കെതിരെയുള്ള പരീക്ഷ. വിവിധ നിലകളിലുള്ള പരീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പരീക്ഷകളെ പറ്റി സമയങ്ങളും കാലങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്കിൽ കൈറോസ് എന്ന പദമാണ്, ക്രോണോസ് എന്ന പദമാണ്. അപ്പം കൈറോസും ക്രോണോസും എന്ന പദം സമയങ്ങളും കാലങ്ങളും ഇതിനെ വിവേചിക്കുന്നതാണ്. കുറേ കാലത്തേക്ക് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു തക്ക സമയം വരുന്നതും വരെ പരീക്ഷകൻ അവനെ വിട്ട് മാറിപ്പോയി. ഇനിയും സാത്താനെ കാണുന്നത് ലൂക്കോസ് 22:3 യൂദായിൽ സാത്താൻ കടന്നു. അതുവരെ പരീക്ഷകൻ യേശുവിനെ വിട്ടുമാറുന്നതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 1:10 വായിക്കുന്നു, യാക്കോബ് ജോബിനോട് ചോദിക്കുന്നു, നീ അവനുള്ളതൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു. 3.5 വർഷത്തെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഉള്ള അവൻ്റെ അധികാരപരിമിതിയെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ വിജയത്തെ അതേ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന പരീക്ഷകളാണ് യേശു അതിജീവിപ്പാനിടയായി. ആ പരീക്ഷയെ ജയിക്കുവാൻ യേശു 40 ദിവസം ഉപവസിച്ചു എന്നാണ് വായിക്കുന്നത്. മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം അവനെ ഉപവസിച്ചു. ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് പരീക്ഷകൻ വന്നു, ഉപവസത്തിന് ശേഷം പരീക്ഷകൻ വന്നു. ആമേൻ. പരീക്ഷ ഏത് നിലയിലാണെന്ന് പറഞ്ഞു, ഒരു കല്ലുമായിട്ട് കൊണ്ടുവരുന്ന പരീക്ഷയാണ്. അപ്പം തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ അല്ലെങ്കിൽ മാനവരാശിയുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വന്ന കർത്താവിൻ്റെ വിജയപ്രദമായ ശുശ്രൂഷ പരാജയപ്പെടുത്തുവാൻ കടന്നു വന്ന പരീക്ഷകളാണ് ഇവിടെ. എന്നാൽ സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷയെ ജയിക്കാൻ ഒരു അധികാരം പിതാവ് പുത്രനെ നൽകിയിട്ടുണ്ട്. അവൻ പറയുന്ന കല്ല് അപ്പമാക്കി കൊടുക്കാനല്ല യേശു ഇങ്ങോട്ട് വന്നത്, തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനാണ് യേശു വന്നത്. സാത്താൻ്റെ അജണ്ടയ്ക്ക് നിൽക്കാനല്ല ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ആമേൻ. മാനവരാശിക്ക് രക്ഷ കൊടുക്കുവാൻ വേണ്ടിയാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. പിശാചിനോട് പോരാടുക മാത്രമല്ല നാം ചെയ്യേണ്ടത്, അതിനെ ജയിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ജയം പിശാചിൽ കൈവരിക്കുന്നവരായി മാറണം. ആമേൻ. സ്തോത്രം. കഷ്ടകാലം എത്ര നാളെന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്തും കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനെ ജയിപ്പാനിടയായാണ്. എന്നാൽ കഷ്ടതയുടെ മാസങ്ങളെക്കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു. എത്ര മാസം ഈ കഷ്ടത നിൽക്കും, ഈ പരീക്ഷകൾ നിൽക്കും. യോബ് 30:11 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ നമുക്കതിൻ്റെതായ വ്യക്തതയെക്കുറിച്ച് കാണാൻ. എബ്രായ ലേഖനം 4:15 നഫ്താലി പോർക്കള മേടുകളിൽ തന്നെയാണ്. അപ്പോൾ പരീക്ഷിതരായിരിക്കുന്നവർ പോർക്കട മേടുകളിൽ തന്നെയാണ്. യോഹന്നാൻ 8:40 പത്രോസിലൂടെ യേശുവിനെ നേരിടുന്ന പരീക്ഷകളുണ്ട്. പരീക്ഷന്മാരിൽ കൂടെ പരീക്ഷ നേരിടുന്നുണ്ട്. അപ്പോൾ വിവിധ നിലകളിലാണ് യേശുവിനെതിരെ പരീക്ഷകൾ കടന്നു വരുന്നത്. എന്നാൽ ഈ പരീക്ഷകളെ എല്ലാം യേശു ജയിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഈ എപ്പിസോഡ് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെയോ ജീവിതത്തിനെതിരെയോ നന്മയ്ക്കെതിരെയോ ബിസിനസ്സിനെതിരെയോ
ആമേൻ, കുടുംബജീവിതത്തിനെതിരെയോ ഒക്കെ കൊണ്ടുവരുന്ന സകല പരീക്ഷകളെയും ആത്മാർത്ഥമായി ജയിക്കാനുള്ള ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, സ്വർഗപിതാവേ, പരീക്ഷയിലായിരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, തലമുറകളെ എല്ലാം ദൈവം വിടുവിക്കണമേ. യേശു പരീക്ഷയെ ജയിച്ചതുപോലെ തൻ്റെ ജനവും ആമേൻ ഹല്ലേലൂയ ഈ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികളും പരീക്ഷകളെ ജയിപ്പാനുള്ള ദൈവകൃപ അവരുടെ മേൽ നൽകണമേ. പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ.